ഹായ്, എല്ലാവർക്കും ആരദീക്ഷയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മി എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് ഇത് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ആൻറ്റി ഡയബറ്റിക്കും ആൻറ്റി ഏജിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും നിറഞ്ഞ ഒരു ഔഷധമാണ് ബ്രഹ്മി. ഇന്നത്തെ വീഡിയോ ബ്രഹ്മിയെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബക്കോപ്പ monnieri എന്നാണ് ബ്രഹ്മിയുടെ ബൊട്ടാനിക്കൽ നെയിം. ചരക സംഹിതയിൽ പ്രജാസ്ഥാപനമായിട്ടുള്ള ഒരു ഔഷധമായിട്ടാണ് ബ്രഹ്മി പറയുന്നത്. അതായത് പ്രഗ്നൻസി സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ബലവും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബ്രഹ്മി ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള ബ്രഹ്മിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രഹ്മി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. വിളർച്ചയ്ക്കും അതുപോലെ ചർമ്മരോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ദഹനശേഷി മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ്. മാനസിക വൈകല്യങ്ങൾക്കും അതുപോലെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ബ്രഹ്മി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ കാണുന്ന സംഭാഷണവുമായി ബന്ധപ്പെട്ട വികസനത്തിന് ബ്രഹ്മി ഉപയോഗിക്കാവുന്നതാണ്. ആസ്മ അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. മൂത്രനാളി രോഗങ്ങൾക്കും ഇവ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം പ്രമേഹ രോഗികളുടെ കോശങ്ങളുടെയും ടിഷ്യൂസിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ബ്രഹ്മി ഉപയോഗിക്കാവുന്നതാണ്. ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സിലും ഡിപ്രഷൻ അതുപോലെ സ്ട്രെസ്സ് മാനസികമായ മറ്റ് തകരാറുകളിലും ബ്രഹ്മി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രഹ്മി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രഹ്മിയുടെ 4-5 ഇല രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് ബ്രഹ്മിയുടെ ഇലയും ജീരകവും കൽക്കണ്ടവും ചേർത്ത് അരച്ച് 1 ടീസ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച ബ്രഹ്മിയുടെ ഇല പിറ്റേന്ന് രാവിലെ പാലിൽ അരച്ച് ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബ്രഹ്മിയുടെ ചൂർണം അല്ലെങ്കിൽ പൊടി 1 ടീസ്പൂൺ നെയ്യിൽ ചാലിച്ച് കുട്ടികൾക്ക് 2 നേരം കൊടുക്കുന്നത് കുട്ടികളുടെ മലബന്ധം ഒഴിവാക്കാൻ നല്ലതാണ്. മുടി വളരാനും മുടി കൊഴിച്ചിലിനും അകാല നരയ്ക്കും ബ്രഹ്മി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഹെയർ പാക്ക് പോലെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതായത് ബ്രഹ്മിയും ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ കയ്യൂന്നിയുടെ ഇലയും ഇതൊക്കെ ചേർത്ത് അരച്ച് ഒരു ഹെയർ പാക്ക് പോലെ ആക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കഴുകി കളയാവുന്നതാണ്. ഇത് അകാല നരയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിലിനും അതുപോലെ മുടി വളരാനും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഇരട്ടി മധുരവും കൂടെ ചേർത്തിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ താരനകറ്റി നിർത്താനും സഹായിക്കും. കുഞ്ഞു കുട്ടികൾക്ക് ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ബ്രഹ്മി കൊടുക്കുന്നത് നല്ലതാണ്. ബ്രഹ്മി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് നെയ്യോ അതുപോലെ തേനോ ചാലിച്ച് നാവിൽ തൊട്ട് വെറും വയറ്റിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ഒരു വയസ്സ് മുതൽ നമുക്ക് ഇത് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ആദ്യം കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ചെറിയ അളവിൽ വേണം കൊടുക്കാൻ. കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു 5 തൊട്ട് 10 ml വരെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ബ്രഹ്മി. അതുപോലെ ബ്രഹ്മിയുടെ ഇല ഉണക്കി അത് നമുക്ക് ചായപ്പൊടിയുടെ കൂടെ ചായയിൽ ഇട്ട് കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ബ്രഹ്മിയെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.